8ാം ക്ലാസ് അറബിക്കിലെ 3ാമത്തെ യൂണിറ്റിലെ 42ാമത്തെ പേജിലുള്ള ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. നഖറഉ വ നഫ്ഹമു, നമുക്ക് വായിക്കാം മനസ്സിലാക്കാം. തൊലബ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് ആവശ്യപ്പെട്ടു. തൊലബ റസൂൽ മിൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് റസൂൽ ആവശ്യപ്പെട്ടു അൻ യസ്കുന, താമസിക്കാൻ, മഅ സഅദ് ബിൻ റബീ റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ റബീ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ താമസിക്കാൻ റസൂൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് ആവശ്യപ്പെട്ടു. രണ്ടാമത്തെ സെൻറ്റൻസ്, ഖാല ഫീ നഫ്സിഹി, അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, ലൻ യസ്കുത്തൽ മുജിദ്ദു, കഠിനാധ്വാനി വീഴുകയില്ല, പരാജയപ്പെടുകയില്ല എന്ന് പറഞ്ഞു. അടുത്തത്, തജവ്വൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഫി സൂഖി, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അങ്ങാടിയിൽ ചുറ്റി സഞ്ചരിച്ചു. കൈ യഅരിഫ മാ യഹ്താജു ഇലൈഹിന്നാസു, ജനങ്ങൾക്ക് ആവശ്യമുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി. ഇവിടെ അൻ, ലൻ, കൈ എന്നീ ഹർഫുകൾ കാണുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ഹർഫ് കൂടെ ഉണ്ട്, ഇതൻ. അങ്ങനെ അൻ, ലൻ, കൈ, ഇതൻ, ഈ 4 ഹർഫുകൾ നസ്ബിൻ്റെ ഹർഫുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഹുറൂഫ് നസ്ബ് അല്ലെങ്കിൽ അന്നാസിബത്ത്, നസ്ബ് ചെയ്യുന്നത്. ഈ ഹർഫുകൾ മുലാരി ആയ ഫീലിൻ്റെ മുമ്പിലാണ് വരിക. മുലാരി ആയ ഫീലിൻ്റെ മുമ്പിൽ ഈ 4 ഹർഫിൽ ഏതെങ്കിലും ഒരു ഹർഫ് വന്നാൽ ആ മുലാരി ആയ ഫീലിന് നസ്ബ് ചെയ്യപ്പെടും. അതായത് പിന്നെ ആ മുലാരി ആയ ഫീലിൻ്റെ ഇറാബ് നസ്ബായിരിക്കും ഈ 4-ൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ. ഒരു വാക്കിന് ഇറാബ് നസ്ബായാൽ എന്ത് ചെയ്യണം? ആ വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകണം. ഇവിടെ ഇപ്പോൾ ഈ 3 സെൻറ്റൻസുകളിൽ ഏതൊക്കെ മുലാരിയായ ഫീലിൻ്റെ മുമ്പിലാണ് ഈ ഹർഫുകൾ വന്നിരിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം അൻ, അൻ വന്നിരിക്കുന്നത് യസ്കുനു എന്ന മുലാരിയായ ഫീലിൻ്റെ മുമ്പിലാണ്. അന്ന് മുമ്പിൽ വന്നതുകൊണ്ട് തന്നെ യസ്കുനു എന്ന മുലാരിയായ ഫീലിൻ്റെ ഇറാബ് നസ്ബായി. ഇറാബ് നസ്ബായാൽ എന്ത് ചെയ്യണം? അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകണം. അതുകൊണ്ടാണ് യസ്കുനു എന്നുള്ളതിൻ്റെ അവസാനത്തെ അക്ഷരമായ നൂനിന് ഫതഹ് നൽകി യസ്കുന എന്ന് വായിച്ചത്. അപ്പോൾ അൻ യസ്കുന മഅ സഅദ്, അൻ യസ്കുന എന്നേ വായിക്കാൻ പാടുള്ളൂ. അൻ യസ്കുനു എന്നോ അൻ യസ്കുൻ എന്നോ വായിക്കാൻ പാടില്ല. അൻ യസ്കുന എന്ന് വായിക്കണം, ഫതഹ് ചെയ്തുകൊണ്ട്. രണ്ടാമത്തെ സെൻറ്റൻസ്, ലൻ യസ്കുത്ത, വീഴുകയില്ല. അവിടെ യസ്കുത്തു എന്ന മുലാരിയ ഫീലിൻ്റെ മുമ്പിലാണ് ലെന്ന് വന്നത്. ലെന്ന് വന്നാൽ നസ്ബ് ആണ് ഇറാബ്, അതുകൊണ്ടാണ് അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ കൈ യഅരിഫ, മനസ്സിലാക്കാൻ വേണ്ടി. അവിടെ യഅരിഫു എന്ന മുലാരിയ ഫീലിൻ്റെ മുമ്പിൽ കൈ വന്നു, അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകിക്കൊണ്ട് നസ്ബ് ചെയ്തു. ഓക്കെ. അന്യസ്കുന എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം ഇവിടെ അർത്ഥം പറഞ്ഞത്, സഅദിൻ്റെ കൂടെ താമസിക്കാൻ പ്രവാചകൻ ആവശ്യപ്പെട്ടു. അന്യസ്കുന മീൻസ് താമസിക്കൽ എന്നാണ് അതിൻ്റെ ഒറിജിനൽ അർത്ഥം. അന്യസ്കുന താമസിക്കൽ. പ്രവാചകൻ സഅദിൻ്റെ കൂടെ താമസിക്കൽ ആവശ്യപ്പെട്ടു, അതായത് താമസിക്കാൻ ആവശ്യപ്പെട്ടു. ഓക്കെ. ഇനി അടുത്തതും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി തന്നെയാണ്. നഖറഉൽ ഖിസ്സത്ത, നമുക്ക് കഥ വായിക്കാം. വനസ്തഖ്രിജു മിൻഹ, എന്നിട്ട് അതിൽ നിന്നും കണ്ടെത്താം അൽ ഫിഅലൽ മുലാരിഅ, മുലാരിയായ ഫീലും അൽ ഫിഅലൽ മുലാരിഅൽ മൻസൂബ, നസ്ബ് ചെയ്യപ്പെട്ട മുലാരിയായ ഫീല് കണ്ടെത്താം. മഅ നാസിബിഹി, അതിൻ്റെ നാസിബോടുകൂടെ. നാസിബ് എന്നാൽ നസ്ബിൻ്റെ ഹർഫ്, നസ്ബിൻ്റെ ഹർഫും അതിൻ്റെ ശേഷം വന്ന മുലാരിയ ഫീലും കണ്ടെത്താം. കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ. താഴെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇതാ, മസലൻ അൻ യുസാഇദ, സഹായിക്കാൻ, സഹായിക്കൽ. അപ്പോൾ അൻ എന്നത് നാസിബാണ്, യുസായിദ എന്നത് മുലാരിയ ഫീലാണ്. അന്ന് വന്നതുകൊണ്ട് മുലാരിയ ഫീലിൻ്റെ ഇറാബ് നസ്ബാണ്. ഇറാബ് നസ്ബായതുകൊണ്ട് തന്നെ അവസാനത്തെ അക്ഷരമായ ദാലിന് ഫതഹ് നൽകിയിരിക്കുന്നു. ഇതേപോലെ ഈ കഥയിൽ കുറേ മുലാരിയ ഫീലും നസ്ബ് ചെയ്യുന്ന ഹർഫുകളുമുണ്ട്. അവയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വായിച്ചു നോക്കാം. കാന ഹുനാക തിഫ്ലുൻ, ഒരു കുട്ടി ഉണ്ടായിരുന്നു. സരീഉൽ ഖളബി, പെട്ടെന്ന് ദേഷ്യം വരുന്ന കുട്ടി. ഫഖററ അബൂഹു, ആ കുട്ടിയുടെ പിതാവ് തീരുമാനിച്ചു അൻ യുസാഇദഹു, അവനെ സഹായിക്കാൻ. കൈ യംലിക നഫ്സഹു, സ്വയം
നിയന്ത്രിക്കാൻ സഹായിക്കാൻ തീരുമാനിച്ചു. സ്വയം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ആ കുട്ടിയെ സഹായിക്കാൻ തീരുമാനിച്ചു. എന്തലാളബി, കോപത്തിൻ്റെ സമയത്ത്, ദേഷ്യം വരുന്ന സമയത്ത് സ്വയം നിയന്ത്രിക്കാൻ കുട്ടിയെ സഹായിക്കാൻ ആര് തീരുമാനിച്ചു? കുട്ടിയുടെ ഉപ്പ തീരുമാനിച്ചു. ഫഅസമൽ അബു, ഉപ്പ തീരുമാനിച്ചു, അൻ യജ്മ അലഹു, അവന് നൽകാൻ മസാമീറ, ആണികളും വശാക്കൂശൻ, ഒരു ചുറ്റികയും, അവന് കുറച്ച് ആണികളും ഒരു ചുറ്റികയും നൽകാൻ തീരുമാനിച്ചു. എന്തിനാണിത് നോക്കാം. വനാദ അലേഹി, എന്നിട്ട് അവനെ വിളിച്ചു. ഖായിലൻ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുട്ടിയെ വിളിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അലൈക അൻ തദുക്ക മിസ്മാറൻ ഫീ ലോഹിൻ ഹഷബീൻ, നീ ഒരു മരപ്പലകയിൽ ഈ ആണി അടിക്കണം. അലൈക്ക, നിൻ്റെ മേൽ നിർബന്ധമാണ്, അതായത് നീ ചെയ്യണം. അൻ തദുക്ക, നീ എന്താണ് ചെയ്യേണ്ടത്? അലൈക്ക അൻ തദുക്ക, നീ അടിക്കണം. ദക്ക മീൻസ് ആണി അടിക്കുക. മിസ്മാറൻ, ആണി അടിക്കണം. ഫിലൗഹിൻ ഹഷബീൻ, ഒരു ഹഷബി മീൻസ് മരം, തടി കൊണ്ടുള്ള ഒരു മരപ്പലകയിൽ അടിക്കണം. ഫതഅജ്ജബത്ത് ഫിൽ മിൻ ഹാദൽ കലാമി, ഈ കലാമ് കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു. ഈ കാര്യം ആണിയടിക്കുക എന്നുള്ള കാര്യം കുട്ടിക്ക് ഇഷ്ടമായി. വ ബദ യഅമലു, അങ്ങനെ അവൻ ജോലി ചെയ്യാൻ തുടങ്ങി. കമാ നസഹഹു അബൂഹു, ഉപ്പ പറഞ്ഞതുപോലെ, ഉപ്പ എങ്ങനെയാണോ ഉപദേശിച്ചു കൊടുത്തത് അതേപോലെ ആണിയടിക്കാൻ തുടങ്ങി. വഫിൽ യൗമിൽ അവ്വലി, ആദ്യത്തെ ദിവസം, ദക്ക അശറത മസാമിയറ, 10 ആണികൾ അവൻ അടിച്ചു. വ ജഅലൽ അദദു യഖില്ലു യൗമൻ ഫയൗമൻ, ഓരോ ദിവസവും എണ്ണം കുറഞ്ഞു വന്നു, അതായത് ആണികളുടെ എണ്ണം കുറഞ്ഞു വന്നു. ഹത്താ ലം യദുക്ക വലോ മിസ്മാറൻ വാഹിദൻ ഫി യൗമിൻ, അങ്ങനെ ഒരു ദിവസം അവന് ഒരാണി പോലും അടിക്കാനുണ്ടായിരുന്നില്ല. മീൻസ് എല്ലാ ആണികളും അടിച്ച് തീർന്നു. വ ഫരിഹ തിഫ്ലു, അങ്ങനെ കുട്ടി സന്തോഷിച്ചു. വ അബ്ലഗ അബാഹു, അങ്ങനെ അവൻ്റെ ഉപ്പയെ അവൻ അറിയിച്ചു. അറിയിച്ചു. ഫ അമറഹു, അപ്പോൾ ഉപ്പ അവനോട് കൽപ്പിച്ചു. ഉപ്പ അവനോട് പറഞ്ഞു, അൻ യഹല അൽ മസാമിറ കുല്ലഹ, ആണികൾ മുഴുവനും ഊരിയെടുക്കാൻ. ഹല മീൻസ് ഊരിയെടുക്കുക. അടിച്ച ആണികൾ മുഴുവനും തിരികെ ഊരിയെടുക്കാൻ ആവശ്യപ്പെട്ടു. വലമ്മ അതമ്മൽ ഹൽ, അങ്ങനെ ഊരിയെടുക്കൽ പൂർണ്ണമായപ്പോൾ, അതായത് മുഴുവൻ ആണികളും അവൻ മുഴുവനും ഊരിയെടുത്തപ്പോൾ, ഖാല ലഹു അബൂഹു, ഉപ്പ അവനോട് പറഞ്ഞു, ഉൻലുർ ഇലൽ ലൗഹിൽ ഹഷബി, ഈ മരപ്പലകയിലേക്ക് നീ നോക്കൂ. തജിദ് ഫീഹി ആസാറൽ മസാമീരി ബാക്കിയത്തൻ, ആണികളുടെ അടയാളങ്ങൾ അവിടെ അവശേഷിക്കുന്നത് നിനക്ക് കാണാം. തജിദ്, നിനക്ക് കാണാം, ഫീഹി, അതിൽ, ആ പലകയിൽ, ആസാറ, അടയാളങ്ങൾ കാണാം. ആസാറൽ മസാമീർ, ആണികളുടെ അടയാളങ്ങൾ കാണാം. ബാക്കിയത്തൻ, അവശേഷിക്കുന്നതായിക്കൊണ്ട്. ഫതദക്കർ, അതുകൊണ്ട് ഓർക്കൂ. യബ്നിയ, മോനെ നീ ഓർക്കണം. അന്നഹു ലൻ യത്റുകൽ ഗളബു ഇല്ലാ ആസാറൻ സയ്യിഅതൻ, കോപം ഇതേപോലെ മോശമായ അടയാളങ്ങൾ മാത്രമേ അവശേഷിപ്പിക്കുകയുള്ളൂ. അന്നഹു ലൻ യത്റുക, ഉപേക്ഷിക്കുകയില്ല, അൽ ഗളബു, കോപം, ഇല്ലാ ആസാറൻ സയ്യിഅതൻ, മോശമായ അടയാളങ്ങളല്ലാതെ, ഫി കുലൂബിൽ ആഖരീൻ, മറ്റുള്ളവരുടെ മനസ്സുകളിൽ. അപ്പോൾ നീ ദേഷ്യം പിടിച്ചാൽ മറ്റുള്ളവരുടെ മനസ്സിൽ നിന്നെക്കുറിച്ച് മോശമായ ഓർമ്മകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ ആണി അടിച്ച് കയറ്റി പിന്നെ അത് തിരിച്ചെടുത്താലും ആണിയുടെ ആ ഹോൾ അവിടെ ബാക്കി കിടക്കുന്നത് പോലെ, നീ ദേഷ്യം പിടിച്ച സമയത്ത് എന്തെങ്കിലും പറഞ്ഞു പോയി പിന്നെ അത് ആ പറഞ്ഞ കാര്യം തിരിച്ചെടുത്താലും ആദ്യം പറഞ്ഞത് അവിടെ അവരുടെ മനസ്സുകളിൽ അവിടെ തങ്ങി നിൽക്കും. അതുകൊണ്ട് ദേഷ്യം വരുന്ന സമയത്ത് മോശമായതൊന്നും പറയാതിരിക്കുക. അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യത്തിനെ പിടിച്ചു നിർത്തണം. അത് നമുക്ക് കഴിയണം. ഓക്കെ, ഇതാണ് കഥ. ഇനി ഇതിൽ നിന്നും നമ്മൾ നാസിബും നസ്ബ് ചെയ്യപ്പെട്ട ഫേലും കണ്ടെത്തണം. ഉദാഹരണമായിട്ടൊന്ന് അവിടെ കൊടുത്തു. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണുള്ളത് എന്ന്. കൈ എംലിക്ക എന്ന് കാണാം ഒന്നാമത്തെ വരിയിൽ. കൈ എംലിക്ക നഫ്സഹു, സ്വയം ഉടമപ്പെടുത്താൻ, സ്വയം നിയന്ത്രിക്കാൻ. അപ്പോൾ കൈ എന്നത് നാസിബാണ്, നസ്ബിൻ്റെ ഹർഫാണ്. യംലിക്ക ഫേലുൽ മുലാരിയുൽ മൻസൂബാണ്, നസ്ബ് ചെയ്യപ്പെട്ട മുലാരിയായ ഫേലാണ്. അപ്പോൾ കൈ എംലിക്ക എന്നിവിടെ എഴുതുക, നോട്ട് ബുക്കിൽ എഴുതിയാൽ മതി. പിന്നെയോ അസമൽ അബു അൻ യജ്മ അലഹു, അൻ യജ്മ എന്നുണ്ടല്ലേ, ഒരുമിച്ച് കൂട്ടാൻ, അവന് വേണ്ടി ഒരുമിച്ച് കൂട്ടി നൽകാൻ. അൻ യജ്മ, അൻ എന്നത് നസ്ബിൻ്റെ ഹർഫാണ്, യജ്മ മുലാരിയായ ഫീലിൻ മൻസൂബാണ്.
അന്ന് വന്നതുകൊണ്ട് യജ്മായുടെ ഇറാബ് നസ്ബായി, അതുകൊണ്ട് തന്നെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകിയത് കാണാം. ഇവിടെയുള്ള എല്ലാ മുലാരി അഫയിലും മുമ്പിൽ മുമ്പിൽ നസ്ബിൻ്റെ ഹർഫ് വന്ന മുലാരി അഫയിലുകളെല്ലാം നോക്കിയാൽ ഇതേപോലെ നസ്ബ് ചെയ്യപ്പെട്ടത്, എങ്ങനെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകിക്കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടത് കാണാം. അടുത്തത് അൻ തദുക്ക അല്ലേ, അലൈക്ക അൻ തദുക്ക, അവിടെയും അതേപോലെ തന്നെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകിയത് കാണാം. പിന്നെ അൻ യഹ്ല എന്ന് കാണുന്നുണ്ട് അല്ലേ. ഫ അമറഹു അൻ യഹ്ല, ഊരിയെടുക്കാൻ അവനോട് ആവശ്യപ്പെട്ടു. അൽ മിസാമിറ കുല്ലഹ. ലൻ യത്രുക്ക, അവസാനം ലൻ യത്രുക്ക ഉണ്ട് അല്ലേ, ഉപേക്ഷിക്കുകയില്ല. അങ്ങനെ മുഴുവൻ നോക്കിയാൽ ഇതിലുള്ള മുഴുവൻ മുലാരി അഫയിലും നസ്ബ് ചെയ്യപ്പെട്ട മുലാരി അഫയിലും കണ്ടെത്തുക. ഓക്കെ. നുലാഹിദു തറാക്കീബ്, ഇവിടെ കുറേ തർക്കീബുകൾ സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. ഇസ്തഹറ ബി, ഇസ്തഹറ എന്നാൽ അറിയപ്പെട്ടു എന്നാണ്. ഇസ്തഹറയുടെ ശേഷം ബി കൂടെ ചേരണം, എന്നാൽ മാത്രമേ സെൻറ്റൻസ് പൂർണ്ണമായും ഇസ്തഹറ ബിയുടെ അർത്ഥം കിട്ടുകയുള്ളൂ. ചില ഫീലുകൾ അങ്ങനെ ഉണ്ടാകും. ഫീലുകൾ മാത്രം പറഞ്ഞാൽ പോരാ, അതിൻ്റെ ശേഷം ഒരു ഹർഫ് കൂടെ ചേർക്കണം, എന്നാൽ മാത്രം പൂർണ്ണമായി ആ ഫീലിൻ്റെ അർത്ഥം ലഭിക്കുന്ന ഫീലുകളുണ്ടാകും. അതിൽപ്പെട്ടതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഫീലുകളൊക്കെ. ഇസ്തഹറ അറിയപ്പെട്ടു, പ്രശസ്തനായി എന്ന് പറയുമ്പോൾ ഒരു ബി കൂടെ ചേർക്കണം. ഉദാഹരണം വായിച്ചു നോക്കാം. ഇസ്തഹറ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ബി സർവത്തിഹി, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തൻ്റെ സമ്പത്ത് കൊണ്ട് അറിയപ്പെട്ടു. അതേപോലെ തൊലബ മിൻ, തൊലബ ആവശ്യപ്പെട്ടു എന്നാണ് അർത്ഥം. ഒരു മിന്ന് കൂടെ ചേർത്താലാണ് ശരിയായ അതിൻ്റെ പൂർണ്ണമായ അർത്ഥം ലഭിക്കുകയുള്ളൂ. തൊലബ റസൂലു, റസൂൽ ആവശ്യപ്പെട്ടു മിൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് പ്രവാചകൻ ആവശ്യപ്പെട്ടു എന്ന് പറയാൻ തൊലബയുടെ ശേഷം മിന്നാണ് വെക്കേണ്ടത്. ആരോടാണോ ആവശ്യപ്പെട്ടത് അയാളുടെ മുമ്പിൽ മിന്ന് വെക്കുക. പിന്നെ ദല്ലാല, ദല്ലാല എന്നുള്ളത് അറിയിച്ചു എന്നാണ് അർത്ഥം. അതിന് നിർബന്ധമായും അല ശേഷം വെക്കണം. ദല്ല സഅദ് ബിൻ റബിയ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഅദ് ബിൻ റബിയ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ അറിയിച്ചു. എന്തിനെ കൊണ്ട് അറിയിച്ചു? അലസൂക്കി, അങ്ങാടിയുടെ മേൽ, മീൻസ് അങ്ങാടിയെക്കുറിച്ച് അറിയിച്ചു. അതായത് അങ്ങാടി എവിടെയാണുള്ളത് എന്നോ അങ്ങാടിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അതാണ് ദല്ല അല. ദല്ലയുടെ ശേഷം ഒരു അല വേണം. എന്തിനെക്കുറിച്ചാണോ പറഞ്ഞു കൊടുക്കുന്നത് അതിൻ്റെ മുമ്പിലായിട്ടാണ് അല വെക്കേണ്ടത്. പിന്നെ വസല ഇല, എത്തി. വസല മീൻസ് എത്തി, എവിടെയാണോ എത്തിയത് അതിൻ്റെ മുമ്പിലൊരു ഇല വെച്ച് കൊടുക്കുക. വസല അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഇലൽ ഹദഫ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തൻ്റെ ലക്ഷ്യത്തിലെത്തി. കാമബി, അതേപോലെ നിർബന്ധമായിട്ടും ബി എന്ന് ചേർക്കേണ്ട ഒരു സന്ദർഭമാണ് കാമബി. കാമ എന്ന് പറഞ്ഞാൽ അർത്ഥം നിന്നു എന്നാണ്. എന്നാൽ കാമയുടെ ശേഷം ബി എന്ന ഹർഫ് കൂടെ ചേർന്നാൽ നിർവഹിച്ചു എന്ന അർത്ഥം കിട്ടും. കാമ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ബിഷിറ ഇൽ ഹിബാലി, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് കയറുകൾ വാങ്ങി. ബിഷിറായി, ഷിറായ് മീൻസ് വാങ്ങൽ, ബിഷിറായി വാങ്ങൽ നിർവഹിച്ചു എന്നാണ്, അതായത് വാങ്ങി. കാമ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ബിഷിറായിൽ ഹാൽ. ഇത് ഏത് ഫേലിൻ്റെ കൂടെയും ഏത് മസ്ദറിൻ്റെ കൂടെയും കാമ ബി നമുക്ക് വെക്കാം. ഉദാഹരണത്തിന് കാമ ബിൽ കിതാബത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതി. കിതാബത്ത് എന്ന് പറഞ്ഞാൽ എഴുതൽ. കാമ ബിൽ കിതാബത്തി എഴുതി. കിതാബത്ത് എന്നത് മസ്തറാണ്, കതബയുടെ മസ്തറാണ്. അങ്ങനെ ഏത് മസ്തറിൻ്റെ മുമ്പിലും കാമ ബി വെച്ചാൽ ആ ഫെയിൽ ചെയ്തു എന്നുള്ള അർത്ഥം കിട്ടും. ഇനി ഇവിടെ തൊലബ ഷാക്കിറുൻ, ഷാക്കിർ ആവശ്യപ്പെട്ടു. നക്രവനൗക്കുമിൽ നമുക്ക് വായിക്കാൻ പൂരിപ്പിക്കാമെന്നാണ്. ഇവിടെയുള്ള ഡേഷിട്ട ഭാഗങ്ങളിലൊക്കെ നമ്മൾ പൂരിപ്പിക്കണം. തൊലബ ഷാക്കിറുൻ ഡേഷ് മുഅല്ലിമിഹി, ഷാക്കിർ തൻ്റെ അധ്യാപകനോട് ആവശ്യപ്പെട്ടു എന്നാണ് പറയേണ്ടത്. അപ്പോൾ എന്താണ് അവിടെ പൂരിപ്പിക്കേണ്ടത്? തൊലബയുടെ ശേഷം മിൻ എന്നാണ് വരിക അല്ലേ. അപ്പോൾ തൊലബ ഷാക്കിറുൻ മിൻ മുഅല്ലിമിഹി, ആരോടാണോ ആവശ്യപ്പെട്ടത് അയാളുടെ മുമ്പിൽ മിൻ വെക്കണം. ഷാക്കിർ തൻ്റെ അധ്യാപകനോട് ആവശ്യപ്പെട്ടു. അൽ ബയാന, വിശദീകരണം. ആൻഡ് താരീഖ് സഖാഫത്തിൽ ഇൻസാനി, മനുഷ്യ സംസ്കാര ചരിത്രത്തെക്കുറിച്ചുള്ളൊരു വിശദീകരണം ആവശ്യപ്പെട്ടു. ഫദല്ലൽ മുദരിസു ഡേഷ് താരീഖ് ബഗ്ദാദ്, അപ്പോൾ അധ്യാപകൻ ബഗ്ദാദിൻ്റെ ചരിത്രം അറിയിച്ചു കൊടുത്തു, ബഗ്ദാദിൻ്റെ ചരിത്രം പറഞ്ഞു കൊടുത്തു. അവിടെ ഏതാണ് വാക്ക് വെക്കേണ്ടത്? ദല്ലയുടെ ശേഷം അലയാണല്ലേ. അപ്പോൾ ഫദല്ലൽ മുദരിസു അല താരീഖ് ബഗ്ദാദ്, ബഗ്ദാദിൻ്റെ ചരിത്രം അറിയിച്ചു കൊടുത്തു. ഹിയ മഹദ് സഖാഫത്തി, അത്
സംസ്കാരത്തിൻ്റെ തൊട്ടിലാണ് ബഗ്ദാദ്. വക്കാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അൽ ആൻ ഇപ്പോൾ, ഖദ് വസൽന ഡേഷ് മുസ്തവൻ ആലിൻ, ഇപ്പോൾ നമ്മൾ ഉന്നത നിലയിലെത്തിയിരിക്കുന്നു. അതായത് വസലയുടെ ശേഷം ഏതാണ്? ഇലയാണ് അല്ലേ. അൽ ആൻ ഇപ്പോൾ, ഖദ് വസൽന ഇല മുസ്തവൻ ആലിൻ, ഇപ്പോൾ നമ്മൾ ഉന്നത നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഫിൽ ഹയാത്തി സഖാഫിയും ടെക്നോളജിയൻ, ജീവിതത്തിൽ ടെക്നോളജിക്കലായിട്ടും കൾച്ചറലായിട്ടും നമ്മൾ മുൻപന്തിയിലെത്തിയിരിക്കുന്നു. നെഹ്നു നഖൂമു ഡേഷ് ഹവ ഇജിന, നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കും. അപ്പോൾ കാമയുടെ ശേഷം ഏതാണ്? ബി ആണല്ലേ. നെഹ്നു നഖൂമു ബി ഹവ ഇജിന, നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കും. ബി മുസാഅദത്തി തക്നിയ, ടെക്നോളജിയുടെ സഹായത്തോടെ. വലുത, അതുകൊണ്ട് തന്നെ ഇസ്തഹറ അസുറുന, നമ്മുടെ കാലഘട്ടം അറിയപ്പെട്ടു. ബി അസുരി തെക്നിയ, ടെക്നോളജിക്കൽ ഇറ എന്ന പേരിൽ അറിയപ്പെടുന്നു. അസുർ മീൻസ് ഇറ, കാലഘട്ടം. ടെക്നോളജി കാലഘട്ടം എന്ന പേരിൽ നമ്മുടെ കാലം അറിയപ്പെടുന്നു. ഓക്കെ. നുറാജു നസ്വ നുറത്തിബു, ഇത് നമുക്ക് പാഠഭാഗത്തിനനുസരിച്ച് ഓർഡറിൽ വെക്കാം. ആദ്യം സംഭവിച്ചത് ആദ്യം വെക്കുക, അവസാനം സംഭവിച്ചത് അവസാനം. സക്കന ഫി ബൈത്തി സഅദ് ബിൻ റബി റളിയല്ലാഹു അൻഹു ഫിൽ മദീനത്തുൽ മുനവ്വറ, മദീനയിൽ സഅദ് ബിൻ റബീൻ്റെ വീട്ടിൽ താമസിച്ചു. പിന്നെ ഖാമ ബിഷിറ അൽ ഹിബാലി, കയറുകൾ വാങ്ങി. വസിനാത്തി ഇഖാലുൽ ബൈരി വ ബൈഇഹി, എന്നിട്ട് ഇഖാലുൽ ബൈർ ഉണ്ടാക്കുകയും അത് വിൽക്കുകയും ചെയ്തു. തുവഫിയ സനം 33 അദ്ദേഹം മരണപ്പെട്ടു. വലിദ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ബഅദ ആമുൽ ഫിലിൻ്റെ ശേഷം ജനിച്ചു. ഹാജറ മിൻ മക്ക ഇലൽ മദീന, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. അപ്പോൾ ഇതിലാദ്യം സംഭവിച്ച കാര്യം ഏതാണ്? വലിദ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ബഅദ ആമുൽ ഫിൽ എന്നതാണ് അല്ലേ. ആമുൽ ഫിലിൻ്റെ ശേഷം അദ്ദേഹം ജനിച്ചു. പിന്നെ ഈ കൂട്ടത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഹാജറ മിൻ മക്കത്തൽ മുക്കറമ ഇലൽ മദീനൽ മുനവ്വറ അല്ലേ, മദീനയിലേക്ക് പോയി. പിന്നെ സക്കന ഫി ബൈത്തി സഅദ് ബിൻ റബീൻ്റെ വീട്ടിൽ താമസിച്ചു. അതിനുശേഷം കാമ ബിഷിറായിൽ ഹിബാലി വാങ്ങി അത് കയറാക്കി വിറ്റു. ഓക്കെ. അങ്ങനെ പിന്നെ തൂഫിയ, അദ്ദേഹം മരണപ്പെട്ടു. ഇങ്ങനെ ഓർഡറിലാക്കി വെക്കുക. ഓക്കെ. ഇതോടെ 3ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠം കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ 2ാമത്തെ പാഠം പഠിക്കാം.